എല്ലാവരും തമ്മിൽ തല്ലി ചാകണം, അതും അവന്റെ കൺമുന്നിൽ കിടന്ന്. അതിനുവേണ്ടി കഠിനമായ ഒരു തീരുമാനം നാം ഇപ്പോൾ എടുക്കണം. നമ്മൾ 4 പേരും ഇങ്ങനെ വീതം വെച്ച് കഴിക്കുകയാണെങ്കിൽ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ 4 പേരും മരണമടയും. അതുതന്നെയാണ് ഭീഷ്മയ്ക്ക് വേണ്ടത്. എന്നാൽ നമ്മളിൽ ഒരാൾ മാത്രം ആ അവിൽ തിന്നാൽ അയാൾ രക്ഷപ്പെടും. ആ ആൾക്ക് ഹസ്തിനപുരത്തിന്റെ അടിവേര് പിഴുതെറിയാൻ സാധിക്കും. നമ്മളിൽ ഏറ്റവും ശക്തനായ ആൾക്കായിരിക്കില്ല അത് കഴിയുക. അങ്ങനെ മൂത്ത സഹോദരൻ തങ്ങളിൽ ഏറ്റവും കൂർമ്മ ബുദ്ധിയുള്ള ഒരാളെ ഇതിനായി തിരഞ്ഞെടുത്തു, ശകുനി. ശേഷം അവർക്കെല്ലാവർക്കുമായി കിട്ടുന്ന അവിൽ ശകുനി ഒറ്റയ്ക്ക് കഴിക്കാൻ തുടങ്ങി. ഓരോ ദിവസം കഴിയും തോറും ഭക്ഷണം കഴിക്കാത്ത സഹോദരന്മാർ തന്റെ കൺമുന്നിൽ മരണമടയുവാൻ തുടങ്ങി. ഹൃദയം തകരുന്ന വേദനയോടെ അയാൾ ആ അവിൽ അപ്പോഴും കഴിക്കുന്നുണ്ടായിരുന്നു, മനസ്സിൽ ഒരൊറ്റ ലക്ഷ്യം വെച്ച് മാത്രം. കുറച്ച് ദിവസത്തിനുള്ളിൽ മൂത്ത സഹോദരൻ മരണം കാത്തുകിടക്കുന്ന അവസ്ഥയിലെത്തി. അവസാനമായി ഒരു വിചിത്ര കാര്യം അയാൾ ശകുനിയോട് പറഞ്ഞു. എന്റെ മരണശേഷം എന്റെ നട്ടെല്ലിലെ കശേരുക്കൾ എടുത്ത് നീ നിന്റെ ആയുധമുണ്ടാക്കണം. ആ ആയുധം ഉപയോഗിച്ചാൽ നിന്നെ ആർക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല. അങ്ങനെ ആ പരമ്പരയിലെ എല്ലാവരും മരണമടഞ്ഞു. ശകുനി ഭീഷ്മയോട് തനിക്ക് വിവാഹത്തിന് സമ്മതമാണെന്ന് പറഞ്ഞ് അവിടെ നിന്നും മോചിക്കപ്പെട്ടു. ശേഷം സഹോദരന്റെ നട്ടെല്ലിൽ നിന്നും തന്റെ വജ്രായുധം ശകുനി സൃഷ്ടിച്ചു.